കൊതുകുജന്യ രോഗങ്ങളെപ്പറ്റി ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനും അവ നിയന്ത്രിക്കാനുമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് 20-ന് ലോക കൊതുക് ദിനം ആചരിക്കുന്നു. ബ്രിട്ടീഷ് ഡോക്ടറായ സർ റൊണാൾഡ് റോസ് 1897 ഓഗസ്റ്റ് 20-ൽ ആദ്യമായി പെൺ അനോഫിലസ് കൊതുകുകളുടെ വയറ്റിൽ മലേറിയ രോഗാണുക്കളെ കണ്ടെത്തിയതോടെയാണ് കൊതുകുകൾ മനുഷ്യനിൽ പരത്തുന്ന മലേറിയ രോഗത്തിന്റെ ആദ്യ തെളിവുകൾ പുറത്തുവന്നത്. വേൾഡ് മൊസ്കിറ്റോ പ്രോഗ്രാമിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം 2024-ലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ലോകത്താകെ 80 രാജ്യങ്ങളിലായി 11 മില്യണിലധികം ആൾക്കാർക്കാണ് 2024-ൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. വളരെ വേഗത്തിൽ പടരുന്ന കൊതുകുജന്യ രോഗങ്ങൾക്ക് അയവ് വരുന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല എന്ന് മാത്രമല്ല 24,000 ഗുരുതര കേസുകളും ഡെങ്കിപ്പനി ബാധിച്ചുള്ള 65,000 മരണങ്ങളും ലോകത്ത് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി വെബ്സൈറ്റിൽ പറയുന്നു. നാഷണൽ സെന്റർ ഫോർ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ അഥവാ NCV-BDC പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കഴിഞ്ഞ 2 വർഷമായി കൊതുക്, ചെള്ള് തുടങ്ങിയ പ്രാണികൾ പരത്തുന്ന ഡെങ്കി, ചികുൻഗുനിയ, മന്ത് അഥവാ ലിംഫാറ്റിക് ഫൈലേറിയാസിസ്, കാല അസർ അഥവാ ലീഷ്മാനിയാസിസ് തുടങ്ങിയ രോഗങ്ങളിൽ വലിയ തോതിലുള്ള കുറവുണ്ടായതായി പറയുന്നു. ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതും വ്യാപന സാധ്യതയുള്ളതും ഡെങ്കിപ്പനിയാണ്. 2022-ൽ ഇന്ത്യയിൽ 2.33 ലക്ഷം ഡെങ്കിപ്പനി പോസിറ്റീവ് കേസുകളും ഡെങ്കിപ്പനി ബാധിച്ചുള്ള 303 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. 2023-ൽ 2.89 ലക്ഷം ഡെങ്കിപ്പനി കേസുകളും 485 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ നഗരപ്രദേശങ്ങളിലാണ് രോഗവ്യാപനം ഏറെയും, 55 മുതൽ 58% വരെ. 2023-ൽ നഗരമേഖലയിലെ രോഗവ്യാപനം 68%-ലേക്ക് ഉയർന്നതായി സർക്കാരിന്റെ കണക്കുകളും വ്യക്തമാക്കുന്നു. കൊതുകുജന്യ രോഗങ്ങളുടെ ഭീഷണിക്കെതിരെ പതിറ്റാണ്ടുകളായി നിരന്തര പോരാട്ടത്തിലാണ് ഇന്ത്യ. ഇത്തരം രോഗങ്ങൾ തടയാനും നിയന്ത്രിക്കാനുമുള്ള നൂതന ആശയങ്ങൾ ഇന്ത്യ പോലെ ജനസംഖ്യ വളരെ കൂടുതലുള്ള രാജ്യത്തിൽ ഉണ്ടാവേണ്ടതാണെന്ന ആവശ്യം നിരന്തരം ഉയരുന്നുണ്ട്. പരമ്പരാഗതമായ ജാഗ്രതാ രീതികളിൽ നിന്ന് മാറി രോഗം തടയാനും നിയന്ത്രിക്കാനുമുള്ള മാർഗങ്ങളാണ് ആവശ്യം. അതുപോലെ തന്നെ കൊതുകിന്റെ ജീവിതചക്രത്തെയും പ്രജനന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആവശ്യമാണ്. കൊതുക്, ചെള്ള് തുടങ്ങിയവ പരത്തുന്ന രോഗങ്ങൾ അഥവാ വെക്ടർ ബോൺ ഡിസീസസ് തടയുന്നതിനുള്ള നാഷണൽ സെന്റർ ഫോർ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന പേരിൽ ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പരിപാടിക്ക് കീഴിൽ മലേറിയ, മന്ത്, കാല അസർ എന്നീ രോഗങ്ങൾ തുടച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. 2030-ഓടെ മലേറിയ, മന്ത് അഥവാ ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്നീ രോഗങ്ങൾ തുടച്ചു നീക്കുക എന്നതാണ് ലക്ഷ്യം. കാല അസർ രോഗത്തെ 2023-ഓടെ തുടച്ചു നീക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രതയോടെ ഇരിക്കാനും സമയബന്ധിതമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി അപൂർവ ചന്ദ്ര ഈ മാസം ആദ്യം സംസ്ഥാനങ്ങൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. നഗരവികസന മന്ത്രാലയവും സംസ്ഥാനങ്ങളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒരുമിച്ച് നിന്ന് വേണം ഡെങ്കിപ്പനി പോലുള്ള കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനെന്നും മന്ത്രിതലത്തിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കർണാടക, കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തത്.